ഹായ് ഫ്രണ്ട്സ്, SR ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ ബുദ്ധ ബോട്ടിലിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. എന്നോട് കുറേ പേര് ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്യണേ, ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഉണ്ടോ. ഞാനിത് ചെയ്തപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്നും കൂടെ ഞാനിത് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. മോർഫിസിൻ്റെ കുപ്പിയിലാണ് ഞാൻ ഈ ബുദ്ധനെ ചെയ്തിരിക്കണത്. ഞാൻ ഓൾറെഡി ഇതിൽ ടിഷ്യൂ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ടിഷ്യൂ ഈ ബോട്ടിൽ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ടിഷ്യൂ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ബ്ലാക്ക് പെയിൻറ് അടിച്ചെടുക്കാം. മൊത്തമായിട്ട് ബ്ലാക്ക് പെയിൻറ് അടിച്ചെടുക്കാം. ഈ പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യണ അക്രിലിക് കളേഴ്സിൽ. ബ്ലാക്കാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ആ കളർ ഞാൻ ബ്രഷ് കൊണ്ടാണ് കൊടുക്കണേ. മൊത്തമായിട്ടൊന്ന് കൊടുക്കുകയാണ് കേട്ടോ. ടിഷ്യൂ ഒന്ന് ഉണങ്ങിയിട്ട് വേണം ബ്ലാക്ക് കളർ കൊടുക്കാൻ. നമ്മുടെ ബോട്ടിൽ ലാസ്റ്റ് ആയിണ്ട് ബ്ലാക്ക് പെയിന്റ് എല്ലാ ഭാഗത്തും ഒക്കെ കൊടുത്തു. ഇതൊന്ന് ഇനി നന്നായി ഡ്രൈ ആവണം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഫേസ് വരയ്ക്കണ ഭാഗത്ത് ഒന്ന് നന്നായി ഡ്രൈ ആയിട്ട് വേണം. ആ ഭാഗത്ത് ഫേസിനെ ഗോൾഡൻ കളറാണ് കൊടുക്കണേ. അപ്പോൾ ആ കളർ കൊണ്ട് ഒന്ന് ഫേസ് വരച്ചെടുക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവട്ടെ. അപ്പോൾ എല്ലാ ഭാഗത്തും ബോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ ബ്ലാക്ക് കൊടുത്തു. ഈ ബോട്ടിലൊന്ന് നന്നായി ഡ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബുദ്ധയുടെ ഈ ഹെയർ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യണത് MC എന്ന് പറയുന്ന സാധനമാണ്. ഇതാണ് യൂസ് ചെയ്യണത്. ഞാൻ ഈ ബോട്ടിൽ ചെയ്തിരിക്കുന്നത് മോൾഡിറ്റ് എന്ന് പറഞ്ഞ ക്ലേ കൊണ്ടാണ്. അതിപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ഞാനിത് ചെയ്യണത് MC ഉപയോഗിച്ചിട്ടാണ്. ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. ഇതിൽ 2 പോർഷൻ ഉണ്ട്. ഇത് ഈക്വലായിട്ട് എടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. അതെങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് MCയിൽ തുറന്നപ്പോൾ ഉണ്ടായത്. ഇതിൽ നിന്ന് ഈക്വലായിട്ട് 2 ഒരേപോലെ എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് പൗഡർ യൂസ് ചെയ്യാം. പഴയ പൗഡർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പൗഡർ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഈക്വലായിട്ട് ഞാൻ എടുക്കണം. ഇപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് പൗഡർ നന്നായിട്ട് കയ്യിലാക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് അടച്ചു വെച്ചാൽ നമുക്ക് നല്ല ടൈറ്റാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെയും നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഹാർഡായി പോവും. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മളിനി നന്നായി കുഴച്ചെടുക്കുക ചെയ്യണം. രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. മോൾഡിറ്റ് എന്ന് പറയുന്ന സാധനം ഇതുപോലെ തന്നെ 2 പാർട്ട് എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണത് തന്നെയാണ്. ഇതുപോലെ ഒരു ക്ലേ തന്നെയാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കയ്യിൽ MCയിലാണ് ഉള്ളത്. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായി പൗഡർ ഇട്ട് നന്നായി കുഴച്ചെടുക്കുക. ഞാൻ അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം. ഇനി നമുക്കിത് ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് ഉരുട്ടി നീളനാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യണത്. അതിൽ നിന്ന് കുഞ്ഞെ ബോൾസാക്കി എടുക്കാം. ഏകദേശം ഓരോ വലുപ്പത്തിൽ ഗോളാക്കി എടുക്കാം.
അതൊക്കെ ഞാനിങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അങ്ങനെ ആക്കി എടുത്തതെന്ന് നോക്കാം. ഞാനിത് ഈ സാധനമാണ് യൂസ് ചെയ്യണത്. ഇതൊരു ടൂളൊന്നുമല്ല, എനിക്കിങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോൾ ഞാനത് എടുത്തു വെച്ചു എന്നുള്ളത്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ ബ്രഷിൻ്റെയൊക്കെ ബാക്ക് വശമായാലും മതി, സാധാ ചെറിയ പോയിൻറ്റഡ് ബ്രഷിൻ്റെയൊക്കെ ബാക്കായാലും മതി. അതുകൊണ്ടൊന്നിങ്ങനെ ഒന്ന് പൗഡറിൽ മുക്കിയിട്ട് അത് മുട്ടി പിടിക്കാതിരിക്കാൻ ഇങ്ങനെ അമർത്തി കൊടുക്കുക. നമ്മുടെ ഡിസൈൻ റെഡിയാവും. അങ്ങനെ ഇത് മുഴുവൻ അങ്ങനെ ചെയ്തെടുക്കുമെന്ന് അമർത്തി കൊടുക്കുക. ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു. ഇനി ഇത് മുഴുവൻ ഇനി നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇതേപ്പോൾ ഞാനിത് മുഴുവൻ ഇങ്ങനെ ഈ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ബുദ്ധയുടെ ഫേസ് ഒന്ന് വരച്ചെടുക്കണം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണേ. നമ്മൾ ഈ ബോട്ടിലിന്മേൽ ഫേസ് വരയ്ക്കുകയാണ് ചെയ്യണത്. ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന പെയിൻറ്റ് ഈ പെയിൻ്റാണ്, പേൾ മെറ്റാലിക് കളേഴ്സ്. ക്ലിയർ ആവണില്ല. പേൾ മെറ്റാലിക് കളേഴ്സിലെ 25 രൂപയാണ് ഇതിന് വില. ഗോൾഡ് കളറാണ് ഞാൻ യൂസ് ചെയ്യണത് ഫേസിൽ. ഇത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഫേസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പെയിൻ്റ് ഒന്ന് ആദ്യം അപ്ലൈ ചെയ്യാം. ഗോൾഡിൻ്റെ പെയിൻറ്റ് ഞാൻ കാണിച്ചു തന്നില്ല, ആ പെയിൻ്റാണ് എടുക്കുന്നത്. അത് നമ്മൾ ഏകദേശം ഒരു ഫേസ് വരാൻ പാകമുള്ള ഇതിലായിട്ട് ഒരു 2-3 കോട്ട് കൊടുക്കേണ്ടി വരും. നമുക്ക് കളർ ആദ്യം കൊടുത്തിട്ട് നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാം ബ്ലാക്ക് കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കളർ ബ്ലാക്ക് മുഴുവനായിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത് കറക്റ്റ് ഫേസിൽ തന്നെ വരണമെന്ന് ഇപ്പം ഇല്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഫേസിൻ്റെ കളറായിട്ട് കൊടുക്കണമെന്ന് മാത്രം. ഫസ്റ്റ് കോട്ട് കൊടുത്തിട്ടൊന്ന് ഉണങ്ങിയിട്ട് സെക്കൻഡ് കോട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു കോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങട്ടെ, നമുക്ക് സെക്കൻഡ് കോട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതിൽ 3 കോട്ട് മെറ്റാലിക്കിൻ്റെ ഗോൾഡ് അടിച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് ബുദ്ധയുടെ ഫേസ് ഒന്ന് വരയ്ക്കണം. നന്നായി വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് നേരിട്ട് അതിലേക്ക് വരയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഫേസ് ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ നന്നായി കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ഉണങ്ങി കിട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ ബാക്കി. അപ്പോൾ ഇത് ബോട്ടിൽ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്കെച്ച് ഉപയോഗിച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ആദ്യം വരച്ചെടുക്കുകയാണ്. ഏകദേശം ഫേസിൻ്റെ ഒരു ഷേപ്പ് വരച്ചു. ഇനി ചെവിയും കൂടെ നമുക്കൊന്ന് വരയ്ക്കാം.
അങ്ങനെ വരച്ചെടുത്തു. ഏകദേശം ഔട്ട്ലൈൻ ഞാൻ ഇപ്പോൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് പെയിൻറ് വെച്ചിട്ട് ഇതൊന്ന് ഭംഗിയിൽ വരച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഔട്ട്ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വരച്ചിലൊക്കെ തെറ്റുണ്ട്. ഇനി നമുക്കത് ബ്ലാക്ക് പെയിൻറ് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം. അക്രിലിക്കിൻ്റെ ബ്ലാക്ക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യണത്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഔട്ട്ലൈൻ വരച്ച ഔട്ട്ലൈൻ ഒന്ന് കൊടുത്തെടുക്കാം. നമുക്ക് ഔട്ട്ലൈനായിട്ട് കൊടുക്കാം. നമ്മുടെ ബുദ്ധയുടെ ഫേസ് ഏകദേശം വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഔട്ട്ലൈൻ വരച്ചതിൻ്റെ നമ്മൾ ആദ്യം സ്കെച്ച് കൊണ്ട് വരച്ചതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊന്നും നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ്റെ പെയിൻറ്റ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അത് കാണാത്ത ഭാഗം പോലെ ആക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾ MC ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഒട്ടിക്കാം. നമുക്ക് ബുദ്ധയുടെ ഹെയർ സെറ്റ് ചെയ്തെടുക്കാം. ഈ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഈ ഗോൾഡ് നിൽക്കുന്നിടത്തൊക്കെ നമുക്ക് ബ്ലാക്ക് തന്നെ അടിച്ചു കൊടുക്കാം നന്നായിട്ട്. ഞാൻ ബുദ്ധയുടെ ഫേസ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ബ്ലാക്ക് അടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഹെയർ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ഹെയർ ഒട്ടിക്കാൻ പോവാണ് ബുദ്ധയുടെ. അതിന് നമ്മൾ ഫേക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫേക്കോൾ ആക്കിയിട്ട് ഈ സാധനം ഒട്ടിച്ചു കൊടുക്കാം.
ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം നമുക്ക് ഹെയറിൻ്റെ ഷേപ്പിൽ. അപ്പം നമ്മൾ ബുദ്ധയുടെ ഹെയർ മുഴുവനായിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനൊന്ന് ബ്ലാക്ക് പെയിൻ്റ് ഒന്നും കൂടെ കൊടുത്തെടുക്കാം. ഇതൊക്കെ ഒന്നും കൂടെ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കാം. നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് എടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ബോട്ടിൽ മുഴുവനായിട്ട് ബ്ലാക്ക് കളർ കൊടുത്തു. ഒന്നും കൂടെ ഒരു കോട്ടും കൂടെ കൊടുത്തു. ഇനി ഇത് നന്നായി ഒന്ന് ഡ്രൈ ആവട്ടെ. ഇത് നന്നായി ഒന്ന് ഉണങ്ങട്ടെ. നമുക്ക് ഈ കുപ്പിയുടെ മേൽഭാഗം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോർക്കാണ് എടുത്തിരിക്കണേ. ഇതിവിടെ ഒന്ന് പശ വെച്ച് ഒട്ടിക്കാം. നന്നായി ഒന്ന് ഡ്രൈ ആവട്ടെ. നമുക്കൊന്ന് വെയിറ്റ്. ഇപ്പം നമ്മുടെ ബുദ്ധയുടെ ഹെയറൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതുമേ ഗോൾഡിൻ്റെ പൗഡർ കൊണ്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പൗഡർ. ഫാബ്രിക്കിൻ്റെ തന്നെയാണ് പൗഡർ. ചോദിച്ചാൽ മേടിക്കാൻ കിട്ടും. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ പൗഡർ. ഈ പൗഡർ നമ്മൾ ഇനി ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യണത്. ബ്രഷ് കൊണ്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ മുഴുവനായിട്ട് കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ബുദ്ധയുടെ ബോട്ടിൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബുദ്ധ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മേൽഭാഗം ഒന്ന് ശരിയാക്കി എടുക്കണം. അത് നന്നായി ഡ്രൈ ആവണം. അത് നമുക്ക് ചെയ്യാം. ഈ ബോട്ടിലിന്മേൽ ഞാൻ ഇതിൻ്റെ ബാക്കിൽ മണി ട്രീ ആണ് ചെയ്തിട്ടുണ്ടായത്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ മണി ട്രീ ചെയ്യണില്ല. ഇത് മാത്രമായിട്ട് വേണമെന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടാണ് ഇതിന് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ഒന്ന് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോൺസ് പോലെ സാധനമുണ്ട്. അതൊട്ടിച്ചിട്ട് ഒന്ന് ഭംഗിയാക്കാം. ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യണം ഒട്ടിക്കാൻ. അത് മുഴുവനായിട്ട് ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് ഉണങ്ങിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ബ്ലാക്ക് അടിക്കാം. എന്നിട്ട് നമുക്ക് ഗോൾഡിൻ്റെ പൗഡർ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ബോട്ടിലിൻ്റെ ബാക്കി ഭാഗത്ത് ഒട്ടിച്ചതൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇനി പെയിൻറ്റ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് തന്നെ ഒന്നും കൂടെ കൊടുക്കാം.
ഇപ്പം ഞാൻ ബോട്ടിൽ മുഴുവനായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പോൾ ബോട്ടിൽ ഈ ഭാഗം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ത്രെഡ് ചുറ്റി കൊടുക്കാം. ഞാൻ വുള്ളൻ്റെ ത്രെഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് കളറ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഇവിടെ നിന്ന് കുറച്ച് ഭാഗം ത്രെഡ് ചുറ്റി കൊടുക്കാം. ഫെവിക്കോൾ തന്നെയാണ് അതിന് യൂസ് ചെയ്യണേ. നമുക്കത് ചുറ്റാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ വുള്ളൻ്റെ ത്രെഡ് ചുറ്റി. ഇനി നമുക്ക് ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിന്മേൽ ഒന്ന് ഗോൾഡൻ്റെ പൗഡർ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വുള്ളൻ്റെ ത്രെഡ് ബ്ലാക്ക് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ അടിച്ചു വെച്ചതൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കോപ്പറിൻ്റെ പൗഡർ, ഞാൻ നേരത്തെ ഗോൾഡൻ്റെ പൗഡർ കാണിച്ച പോലെ കോപ്പർ കളർ പൗഡർ മേടിക്കാൻ കിട്ടും. അതൊന്ന് നമുക്ക് ഇതിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. കോപ്പർ കളർ ഇത് നമുക്ക് അതിൻ്റെ ഓരോ ഡോട്ടുമേ ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിൽ ഒട്ടിച്ച് എല്ലാത്തുമേയും കോപ്പർ കളർ കൊടുത്തു. നമുക്ക് ഇവിടെ ഈ ഭാഗത്തും കൂടെ ഒന്ന് കോപ്പർ കളർ കൊടുക്കാം. ഇവിടെയും ഞാൻ കോപ്പർ കളർ കൊടുത്തു. ഇനി നമുക്ക് അവിടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് സ്റ്റോൺസ് ഒട്ടിക്കാം. ഈ സ്റ്റോൺസാണ് ഞാനിവിടെ ഒട്ടിക്കണേ. അത് സ്റ്റിക്കർ പോലത്തെ സ്റ്റോണാണ്. ഇത് ഊരിയെടുത്തിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചാൽ മതി. ഞാൻ കുറച്ച് ഫെവിക്കോൾ കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മുഴുവൻ ഞാൻ സ്റ്റോൺ രണ്ട് സൈഡിൽ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച സ്റ്റോൺ ഒട്ടിച്ചെടുക്കാൻ പോകും. മുകളിൽ മുഴുവനായിട്ട് ഒട്ടിച്ചു. ഇനി നമുക്കിതൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നേരത്തെ ചെയ്ത പോലെ ഗോൾഡൻ പൗഡറാണ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി ഡ്രൈ ആവട്ടെ, നമുക്ക് പെയിൻറ്റ് അടിക്കും. ബോട്ടിൽ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഡയമണ്ട് ഷേപ്പിൻ്റെ ഗോൾഡൻ കളർ മിററുണ്ട്. അതൊന്ന് ഈ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പോകും. അപ്പോൾ മിറർ ഞാൻ മുഴുവനായിട്ട് ഒട്ടിച്ചു. ഇതും ഒന്ന് നന്നായി ഡ്രൈ ആവട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടെ പെയിൻറ്റ് ചെയ്തിട്ട് വാർണിഷ് അടിക്കാം. നമ്മുടെ ബോട്ടിൽ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഈ ടോപ്പിൽ ഒട്ടിച്ചതൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ബ്ലാക്ക് പെയിൻ്റ് ഒന്നും കൂടെ ഒന്ന് കൊടുത്തെടുക്കാം.
ഒന്ന് നീറ്റായിട്ട് എടുക്കാം. ഞാൻ ഇവിടെ മൊത്തമായിട്ട് ബ്ലാക്ക് കളർ കൊടുത്തു. ഇനി ഇതൊന്ന് ഉണങ്ങിയിട്ട് നമുക്ക് ഗോൾഡൻ്റെ പൗഡർ കൊണ്ടൊന്ന് ഈ വെച്ചതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബോട്ടിലിൽ ഇപ്പോൾ പെയിൻറ്റ് ചെയ്തതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഗോൾഡൻ്റെ പൗഡർ വെച്ചിട്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ബോട്ടിൽ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, ഫുള്ളായി. ഇനി നമുക്കിതൊന്ന് വാർണിഷ് അടിച്ചെടുക്കണം. നമുക്കിപ്പോൾ വാർണിഷ് അടിക്കാം. വാർണിഷാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യണേ. ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ വാർണിഷാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് നമുക്കതുമേ അടിച്ചെടുക്കാം. ബ്രഷ് കൊണ്ട് തന്നെയാണ് അടിക്കുന്നത്. വാർണിഷ് നമുക്ക് അടിച്ചെടുക്കാം. വാർണിഷ് അടിക്കുമ്പോൾ ഒരു നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ടാവും. പിന്നെ അത് കേടാവാതിരിക്കും. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും വാർണിഷ് അടിച്ച് കഴിഞ്ഞു. ഇതിന് നന്നായി ഡ്രൈ ആവാൻ വെക്കുക. വെയിലത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും നന്നായി ഡ്രൈ ആവാനായിട്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് കഴിഞ്ഞു. ഞാനും ആദ്യത്തെ ബോട്ടിലിൽ മേലെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ടായി. ആ സാധനം എനിക്കിപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ട് ഇത് വെച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ മുകളിലിട്ടുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബുദ്ധയുടെ ബോട്ടിൽ ഫിനിഷായി. ഇപ്പോൾ നമ്മുടെ ബുദ്ധയുടെ ബോട്ടിൽ ഫിനിഷായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നന്നായി വെയിലത്ത് വെക്കാം. അപ്പോൾ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുറച്ച് സമയം എടുക്കും, എന്നാലും നല്ല എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ ഹോം ഡെക്കോർ പോലെ വെക്കാൻ നല്ലൊരു ബോട്ടിൽ ആർട്ടാണ് ഈ ബുദ്ധ ചെയ്തത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.